മരിച്ചയാൾ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. കന്യകാമറിയമേ ആമോദിച്ച് ആനന്ദിച്ചാലും എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ അനുഗ്രഹിക്കുവാൻ അങ്ങ് തീരുമാനിച്ചായല്ലോ. അവിടുത്തെ മാതാവായ കന്യകാമറിയം മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ 9 ദിവസത്തെ ധ്യാനം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലേക്കും കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളിലേക്കും എല്ലാം കടന്നു പോകുന്നു. അവിടെയെല്ലാം വലിയ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുവാൻ, അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അമ്മ വഴി നമുക്ക് ഈശോയിൽ നിന്ന് വാങ്ങാം. അതോടൊപ്പം അമ്മയുടെ ജീവിതത്തിലുണ്ടായ ആ വലിയ സന്തോഷവും സമാധാനവും എല്ലാം നമുക്കും ഉണ്ടാകുന്നതിന് വേണ്ടി കുരിശിൻ ചുവട്ടിലും പതരാതെ നിന്ന അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ആരംഭിക്കാം. കുരിശിൽ നിന്നെന്ന് ഞാൻ ഈശോയെ കേട്ടു. എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. എല്ലാവരും ചേർന്ന് ഭക്തിപൂർവ്വം നമുക്ക് പാടാം.
പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെയും വ്യക്തിപരമായ ജീവിതത്തെയും അമ്മ വഴിയായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ വലിയ അഭിഷേകമുണ്ടാകുവാൻ, കൃപാവരങ്ങൾ കൊണ്ട് നിറയുവാൻ, വരദാനങ്ങൾ കൊണ്ട് നിറയുവാൻ അമ്മ മാതാവെ പ്രാർത്ഥിക്കുന്നവേ, ഞങ്ങളിത് അപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിത് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ മേഖലകളിൽ ആത്മാവിൻ്റെ നിറവോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം, അതോടൊപ്പം കുടുംബജീവിതങ്ങളിൽ, കമ്മ്യൂണിറ്റി ജീവിതത്തിൽ എല്ലാം കൃപാവരങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. നമുക്ക് ചേർന്ന് ജപമാലയിലൊരു ചൊല്ലി പ്രാർത്ഥിക്കാം. സഹോദരന്മാർ ചേർന്ന് ഉച്ചസ്വരത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ മാതൃക ഞങ്ങളിലും പൂർത്തിയാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹനങ്ങളിലും വേദനകളിലുമെല്ലാം വിശ്വാസം കൈവിടാതെ ക്രിസ്തുവിൻ്റെ പാത പുണർന്ന ദിവ്യാത്മാക്കളുടെ ആത്മാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരെ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.